നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് മുടി വളരാൻ വേണ്ടി എണ്ണ കാച്ചി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എണ്ണ കാച്ചി എടുക്കാൻ പറ്റും. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിപ്പോൾ എണ്ണ കാച്ചാൻ പോകുന്നത്. ഇപ്പോൾ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയുണ്ട്, തുളസിയുണ്ട്, ചെമ്പരത്തിപ്പൂവുണ്ട്, നെല്ലിക്കയുണ്ട്, പിന്നെ കൊച്ചുള്ളിയുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, ചെമ്പരത്തിപ്പൂവുണ്ട്. ഇത്രയും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹോം മെയ്ഡായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് എണ്ണ കാച്ചുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലിട്ട് പോവാം. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിപ്പോൾ എണ്ണ കാച്ചാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എണ്ണ കാച്ചി എടുക്കാൻ പറ്റും. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇത് പാക്കറ്റ് വെളിച്ചെണ്ണ അല്ല കേട്ടോ, നമ്മളിപ്പോൾ മെല്ലിന്ന് ആട്ടിയ വെളിച്ചെണ്ണ മേടിച്ചതാണ്. തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. എക്സ്പീരിയൻസ് കുറവായാലും ചിലപ്പോൾ കരിഞ്ഞു പോയാലോ. നമുക്കിതിവിടെ വെക്കാം. ഇനി കുറച്ച് നെല്ലിക്ക നമുക്ക് ചതച്ചെടുക്കാൻ കേട്ടോ. ഈ എണ്ണയിലോട്ട് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മൂത്ത് വരണമല്ലോ. കൊച്ചുള്ളിയാണേ, 4-5 കൊച്ചുള്ളി മതിയോ. അപ്പോൾ എണ്ണയിൽ കിടന്ന് നെല്ലിക്ക നല്ല രീതിയിൽ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി തല്ലിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അവിടെ വെച്ച് തന്നെയാണ് തല്ലിയെടുക്കുന്നത്, നേരത്തെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് എല്ലാം ശരിയാക്കുമ്പോൾ അപ്പോഴേ തന്നെ ഇടാമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കൊച്ചുള്ളി തൊലിച്ചെടുത്തിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ ഒരു 6-7 കൊച്ചുള്ളി എടുത്ത് ചതച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എടുത്തിരുന്ന അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തീ കുറച്ച് വെച്ച് കത്തിക്കുന്നതുകൊണ്ട്, അതുമല്ല ചൂട്ടിൽ കത്തിക്കുന്നതുകൊണ്ട് ചൂട്ടിൻ്റെ ഈ തീ കുറയും, പെട്ടെന്ന് അങ്ങ് തീ കുറയും കേട്ടോ. അതായത് കത്തി കത്തി അങ്ങ് പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീ കുറഞ്ഞ് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ തീ കുറയുന്ന സമയത്താണ് ഞാൻ ഈ ഊതണത്. ഒരുപാട് തീ കത്തിയാലും കുഴപ്പമാണ് കേട്ടോ, പെട്ടെന്നെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ ഏകദേശം എണ്ണയിൽ കിടന്ന് നെല്ലിക്ക നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലോട്ട് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മടിയാണല്ലേ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മടിയാണ് ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ എണ്ണയൊക്കെ കാച്ചാൻ. പണ്ടുള്ള കാലത്താണെങ്കിൽ നമ്മൾ എല്ലാവരുടെ വീടുകളിൽ എണ്ണ കാച്ചിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഇപ്പോൾ ആർക്കും സമയങ്ങളിലില്ല. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം പുറത്തു നിന്നൊക്കെ എണ്ണ മേടിച്ച് പല രീതിയിലുള്ള എണ്ണകൾ മേടിച്ചാണ് തേക്കാറ്. അത് നമുക്ക് 100% ഗ്യാരണ്ടി ഇല്ലാത്ത എണ്ണകളാണ് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പോൾ കെമിക്കലായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വിപണന മേഖലകളിലൊക്കെ എല്ലാം വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുള്ളൂന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടി ഉള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഹോം മെയ്ഡായിട്ട് എല്ലാം ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന എണ്ണയാണ്. പിന്നെ ഇനി ഇതിലോട്ട് നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അറഞ്ചും മുറിഞ്ചും പിച്ചി ഞാൻ കുറേ കറിവേപ്പിലയൊക്കെ പിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസുകളെന്ന് പറഞ്ഞാൽ എണ്ണ, നെല്ലിക്ക, കറിവേപ്പില,
ചെമ്പരത്തിപ്പൂവ്, നവരയില, തുളസി, ഇത്രയും വെച്ചിട്ടുള്ള കേട്ടോ. ഇത്രയും വെച്ചാണ് നമ്മൾ ഈ എണ്ണ കാച്ചിയെടുക്കാൻ പോകുന്നത്. അടുക്ക് ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ എണ്ണ നമുക്ക് ഇത് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം വെച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അല്ലാതെ നമുക്ക് ചെയ്യാണ്ട് പല രീതിയിലും ഇപ്പോൾ ആൾക്കാർ എണ്ണ കാച്ചുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ നമ്മൾ കൈതോനിയൊക്കെ ഇട്ട് കാച്ചുമായിരുന്നു. ഇപ്പോൾ കൈതോനിയൊന്നും അധികം അങ്ങനെ കിട്ടാറില്ല. കൃഷി സ്ഥലങ്ങളൊന്നും നമ്മുടെ നാട്ടിലധികം അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആയിട്ടുള്ള കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ പിന്നെ അങ്ങാടിക്കടയിൽ പോകണം. നമ്മൾ പെട്ടെന്നൊക്കെ ഇരുന്നിട്ട് വീട്ടിലിരുന്ന് എണ്ണ കാച്ചാന്ന് വെച്ചിട്ട് നമുക്ക് സമയം കിട്ടില്ലല്ലോ നമുക്ക് പോയി മേടിക്കാനൊക്കെ. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കടയിൽ നിന്ന് നെല്ലിക്ക മേടിച്ചായിരുന്നു. അപ്പം ഞാൻ നെല്ലിക്കയും കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഏകദേശം എണ്ണ ശരിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണ ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ശരിയായതിനു ശേഷം തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിക്കാൻ ഉദ്ദേശിച്ചത് ചൂടാണല്ലോ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ച് ഞെക്കി പിഴിഞ്ഞെടുത്ത് നമുക്ക് എണ്ണ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടില്ലേ, ആ ഒരു ചെറിയ കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി വെച്ച് ഞെക്കി പിഴിഞ്ഞ് നമുക്ക് നമ്മുടെ എണ്ണ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എണ്ണയെല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട് എണ്ണ. അപ്പം നമുക്കിനി ഈ ബോട്ടിലോട്ട് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾ കാച്ചിയെടുത്ത വെളിച്ചെണ്ണ, കാച്ചിയ എണ്ണ. ഒരു ബോട്ടിൽ ഒഴിച്ച് വെക്കണമെന്നാണ് കേട്ടോ അമ്മയാണ് എല്ലാം സെറ്റ് ചെയ്ത് തന്ന എണ്ണ എല്ലാം ഞെക്കി പിഴിഞ്ഞ് ബോട്ടിലോട്ടാക്കുന്നത്. സ്വന്തമായിട്ട് എണ്ണയൊക്കെ കാച്ചി തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന ഗൈസ്. അല്ലെങ്കിൽ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മൂമ്മ എണ്ണയൊക്കെ കൈതോനിയൊക്കെ ഇട്ട് കാച്ചി വലിയ ബോട്ടിലൊക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇപ്പം അതൊന്നും അതായത് അമ്മയുടെ അമ്മ നല്ല പ്രായമൊക്കെ ചെന്നുകൊണ്ട് അവർക്കൊന്നും ഉണ്ടാക്കിയൊന്നും കൊണ്ടുവരാൻ പറ്റുന്ന പാടാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ട് എണ്ണയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. നല്ല സ്മെല്ലുണ്ട് അല്ലേ അമ്മ? മുടി വളർത്തിയിട്ടേ ഉള്ളൂ കാര്യം. പണ്ടൊക്കെ മുടിയൊന്നും വരുന്ന ഇഷ്ടേ ഇല്ല. മാക്സിമം വെട്ടി ഇത് ഇവിടെ ഇങ്ങനെ അറ്റം വരെ കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ മുടി വളർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത എണ്ണ. ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.